100 കൂട്ടം കാര്യങ്ങൾ ഇറക്കിയാണ് ദൈവമേ, ഓടി കിടക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അയ്യേ എന്ത് അല്ല എനിക്ക് ഒരു നാണോ ചമ്മലോ ഒക്കെ പോലെ. അത് സാരമില്ല. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ട് നിന്റെ സകല നാണോ മാനോ എല്ലാം പൊയ്ക്കോളൂ. അല്ല അങ്ങനെയാണല്ലോ ഇതുവരെയുള്ള ചരിത്രം. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കും, നിനക്ക് ഈ തമിഴ്നാട്ടിലുള്ള ആൾക്കാരെ ഇഷ്ടമല്ല, അവിടുത്തെ കൾച്ചർ ഇഷ്ടമല്ല, ഇതെല്ലാം പറയണത് നീയാണ്. എന്നിട്ട് അവിടെ തന്നെ പോയൊരു പെണ്ണെ ലൈൻ അടിച്ചുകൊണ്ട് വരികയും ചെയ്യും. അതിനൊരു കാര്യമുണ്ട്. എന്ത്? കഴിഞ്ഞ വർഷം ഇതേ അമ്പലത്തിന്റെ ഇതേ മുറ്റത്ത് വെച്ച് ഞാൻ ഒരുത്തി താലി കെട്ടിയായിട്ട് നിനക്ക് ഓർമ്മയുണ്ടോ? ശാന്തി ഉണ്ടല്ലോ. പിന്നെ കല്യാണവും കഴിഞ്ഞ് നല്ല ഒന്നാന്തര സദ്യയും 3 കൂട്ടം പായസം അടിച്ചേച്ചും ഞാൻ കൊടുത്ത കമ്മീഷൻ വാങ്ങിച്ച് എന്റെ കല്യാണം ആലോചിച്ച ബ്രോക്കറിന്റെ കൂടെ അവൾ ഒളിച്ചോടി പോയി ഓർക്കുന്നില്ലേ? മറ്റേ അണ്ണാച്ചിയുടെ കൂടെ. അവനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ താമസിക്കുന്ന ഒരുത്തി ഞാൻ വളച്ചൊടിച്ച് കൊണ്ടുവന്ന് അതേ ദിവസം അതേ അമ്പലത്തിന് മുമ്പിൽ വെച്ച് അവൾ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇതാണ് റിവഞ്ച്. അതാണ് റിവഞ്ച്. അത് ചെയ്യണം. അല്ല പിന്നെ ശാന്തിയോടെ ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് അവളുടെ പേര് ഇനി പറയരുത് എന്റെ മുമ്പിൽ. എടാ ആ ശാന്തി അല്ല, പിന്നെ അമ്പലത്തിലെ ശാന്തി വന്നാന്ന് നമുക്ക് താലി പൂജിക്കാൻ കൊടുക്കണ്ടേ? അതൊക്കെ ഞാൻ പൂജിക്കാൻ കൊടുത്ത് വിട്ടിട്ടുണ്ട്. ആരുടെ കയ്യിലാണ്? എന്റെ കാവേരിയുടെ കയ്യില്. നിനക്കറിയാലോ എന്റെ രണ്ടാമത്തെ അറ്റാക്കായത്. അറ്റാക്കാ? അല്ല, രണ്ടാമത്തെ ശ്രമമാണെന്ന്. അറ്റംപ്റ്റ്. അത് തന്നെ. അങ്ങനെ പറ. അത് ഒന്നിനൊരു കുറവ് വരാതെ നീ നോക്കണം. എല്ലാം ഞാൻ ഏറ്റ്. അഥവാ എന്തെങ്കിലും കുറവ് വന്നാ നമുക്ക് നിന്റെ അടുത്ത കല്യാണത്തിന് സെറ്റപ്പ് ആക്കാം. അത് മതി. ഒന്നി പഴിച്ചാ 3 എന്നാണല്ലോ, അതാണല്ലേ കണക്ക്. അല്ല ഇതിൽ ഫിക്സ് ചെയ്യേ, ഇനി അങ്ങോട്ട് പിഴക്കാൻ നിൽക്കണ്ട. വന്നോ? ആവണക്കണ്ണ നമസ്കാരം ഒന്ന് തമിഴാ പറഞ്ഞത്. അത് നമസ്കാരം. പിന്നെ പൂച്ചക്ക് എന്തെങ്കിലും കൊടുത്തായിരുന്നോ? പൂച്ചക്ക് മീൻ കുളമ്പ് കൊടുത്താച്ചു. മീൻ കുളമ്പ് കൊടുത്താച്ചു. പൂച്ചയ്ക്ക് കൊടുത്ത കാര്യമല്ല പറഞ്ഞത്, പൂജയ്ക്ക് അമ്പലത്തിൽ എന്തെങ്കിലും കൊടുത്തായിരുന്നു എന്ന്. ആമയെ കൊടുത്തന്നാ? ആമേ, എന്റെ പൊന്നേടാ, ആമയെ കൊടുത്തെന്നല്ല പറഞ്ഞത്. ശരി, കൊടുത്തായിരുന്നു. തമിഴാ പറഞ്ഞത്. നിനക്ക് തമിഴ് വലിയ വശമില്ലല്ലോ, എനിക്ക് വലിയ വശമില്ല. ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കുമ്പോൾ ചിലതൊക്കെ മനസ്സിലാവും. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ മാമാന്ന് വിളിക്കരുന്ന്. എടി മാമ എന്നൊക്കെ നിന്റെ നാട്ടിൽ വിളിക്കാം, ഇവിടെ അത് വിളിച്ചാൽ അർത്ഥം വേറെയാണ്. നീ നേരത്തെ എന്നോട് ചോദിച്ചില്ലേ തമിഴ്നാട്ടിലോട് വലിയ താല്പര്യം ഇല്ലാത്ത എന്താ നീ ചോദിച്ചില്ലേ? അതിലൊരു കാരണം ഇപ്പൊ ഈ മാമാന്ന് വിളിക്കുന്നതാ. അതെ, എന്തായാലും ഒരു കാര്യം, നിങ്ങൾ നേരെ നടയിലോട്ട് വിട്ടോ. ഞാൻ പോയി ബാക്കി ഫുഡിന്റെ അറേഞ്ച്മെന്റ്സ് എല്ലാം ഓക്കെ ആക്കിട്ട് വരാം. കേട്ടല്ലേ? അടിയിലൂടല്ലേ? കാവേരി, എന്നാ പിന്നെ നമുക്ക് അമ്പലത്തിന്റെ നടയിലേക്ക് പോകാം. ആയിക്കോട്ടെ. എന്റെ കാവേരി, നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞു ഈ മാമാ 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 എന്നെ വിളിക്കല്ലേന്ന്. ഇവിടെ ഉള്ള മലയാളികൾ കേട്ടാണ്ടല്ലോ വൈകുന്നേരം അമ്മമാരെ എന്നെ ഫോൺ ചെയ്യും, ഐറ്റം വല്ല ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചോണ്ട്. അതുകൊണ്ട് അത് വിളിക്കണ്ട. പോരാ, കേരളത്തിലെ ഭാഷ വെച്ചിട്ടുള്ള വിളിച്ചാ മതി. ഇപ്പൊ ഓക്കെ. അപ്പൊ നീ കാര്യങ്ങൾ പഠിച്ചു വരുന്നുണ്ട്. ശരി 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 ശരി. പിന്നെ കല്യാണം കഴിഞ്ഞാല് നമുക്ക് എവിടെയെങ്കിലും പോയി ഹണിമൂൺ ആഘോഷിക്കണമല്ലോ. എവിടെ പോകാനാണ് നിന്റെ താല്പര്യം? സ്റ്റേറ്റ്സിക്ക് പോലാമാ? അയ്യോ, അമേരിക്കക്കോ? ഒരുപാട് കാശാവും അങ്ങോട്ടൊക്കെ പോകുമ്പോ. അതിനുള്ള കാശൊന്നും എന്റെ ഇല്ല. അമേരിക്ക മാമാ, തമിഴ്നാട് സ്റ്റേറ്റുക്ക് പോലാമാ. തമിഴ്നാടൊക്കെ എന്നാണ് സ്റ്റേറ്റ് ആയത്? തമിഴ്നാട് സ്റ്റേറ്റ്, കേരള സ്റ്റേറ്റ്, ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ്, അന്ത സ്റ്റേറ്റ്. കേരള സ്റ്റേറ്റ് പോലെ അന്ത സ്റ്റേറ്റ്. ഓ, അതൊക്കെയാണ് നിന്റെ വിദ്യാഭ്യാസ നിലവാരം അല്ലേ? എന്നാ മാമ? അതുകൊണ്ട് നിന്റെ ആ സ്റ്റേറ്റിലേക്ക് നമ്മൾ ഹണിമൂൺ ആഘോഷിക്കാൻ പോകുന്നില്ല. ഏൻ പിടിക്കാது? ഏന്നല്ല, അങ്ങനെയുള്ള ഒരു ഐറ്റങ്ങളും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇല്ല മാമ, உங்களுக்கு തമിഴ്നാട് സ്റ്റേറ്റ് ഏൻ പിടിക്കാது? ഓ, നിന്റെ നാടെന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തതെന്നോ? നിന്റെ നാട്ടിലുള്ള ഒരു അണ്ണാച്ചിയാണ് എന്റെ ജീവിതം ഈ പരുവത്തിലാക്കിയത്. എന്നാ? ഒന്നുമില്ല, എണ്ണയല്ല, കുഴമ്പ്. കുഴമ്പാ? என்ன കുഴമ്പ് മാമ? ചിക്കൻ കുഴമ്പ്, മട്ടൻ കുഴമ്പ്, മീൻ കുഴമ്പ്, ഇതിൽ என்ன കുഴമ്പ് വേണോ? കുതിരക്കുളമ്പ് കിട്ടുവോ? കുതിരയെല്ലാം കുളമ്പ് വെക്കുമോ? ആ കുളമ്പ്. അയ്യോ, ഒരു രക്ഷയില്ലല്ലോ, വൻ പരാജയമാണല്ലോ നീ. നമ്മുടെ കല്യാണം കഴിഞ്ഞാലും നീ മലയാളം ഒന്ന് പഠിക്കുവോ? ഞാൻ മലയാളം പേസணுமா? നീ മലയാളം സംസാരിക്കണം. ഇവിടെ കേരളത്തിൽ നീ മലയാളം സംസാരിച്ചാ മതി. എനിക്ക് തെരിയുമേ. നിനക്കോ? തെരിയുമേ. മലയാളോ? ആമാ. ആഹാ, അങ്ങനെയാണോ എന്ന് അറിയണമല്ലോ. 1-2 മലയാളം ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം. അത് നീ മലയാളത്തിൽ ഉത്തരം വേണം ഇങ്ങോട്ട് പറയാനായിട്ട്. എന്നതാ ഇപ്പൊ ആദ്യം ചോദിക്കുന്നേ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, മലയാളത്തിൽ പറ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈസി മാമ. ഉദ്ദേശ പോലെ ഒന്നും അല്ലല്ലോ, നീ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. ഒന്നുകൂടെ ഞാൻ ചോദിക്കാം, അതിന് നീ കറക്റ്റായിട്ട് ഉത്തരം പറയണം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, മലയാളത്തിൽ പറ. മലയാളത്തിൽ പറ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചല്ലേ, അപ്പൊ വേറെ ഒരെണ്ണം ചോദിക്കണം.
നീ എന്നെ സ്നേഹിക്കുന്നു മലയാളത്തിൽ പറ. நீ என்ன ஸ்நேகிக்கணும் ഇപ്പൊ കറക്റ്റാ. நான் தமிழ்ல பேசுறேன் நீங்களும் தமிழ்ல பேசணும் ஓகே അയ്യോ അത് റിസ്ക്കാ, എനിക്ക് തമിഴ് ഒട്ടും അറിയില്ല. கொஞ்சம் கொஞ்சமா பேசலாம் மாமா ഇത് ഒന്ന് ட்ரை പറഞ്ഞു பண்ணுங்க நான் உங்களை காதலிக்கிறேன் ഏത് കാതിരിക്കാം? நான் உங்களை காதலிக்கிறேன் ഉങ്ങളെ കാതലി കറ கரை இல்ல மாமா கரையில ஷர்ட்டில வருது அதல்ல காதலிக்கிறேன் കാതലിക്കറേ. ஆ അത്ര മതി, അത്ര മതി. ഇനി വേണ്ട. അല്ല തമിഴ്നാട്ടിലെല്ലാം പോകുമ്പോൾ നമ്മൾ തമിഴ് പേസണം ഇല്ലയാ? അല്ല അങ്ങോട്ട് ഞാൻ വരാനായിട്ട് പഠിക്കാനായിട്ടോ. എന്നെ കിട്ടിയല്ല അങ്ങോട്ടൊന്നും. என்ன மாமா இது தமிழ்நாட்டுல போனோம் என் ஊர்ல போனோம் ഏ மாமா നിന്റെ ഊരിലേക്ക് ഞാൻ വിടത്തില്ല. എന്നാ என் ஊர்ல போனோம் மாமா ഊരിക്കൊണ്ട് പോണമെന്നോ? അവളെ പോലെ നീ എന്നെ തേച്ചിട്ട് പോകാനാണോ നിന്റെ പരിപാടി? இல்ல மாமா என் வீட்டுக்கு போகணும் எனக்கு அம்மாவை பார்க்கணும் ഒരമ്മയും தங்கச்சியை பார்க்கணும் ആരെയും പാക്കണ്ടവരെ നീ അവിടെ പോയിട്ട് അവരോട് ഇങ്ങോട്ട് വരാൻ പറ. എന്നിട്ട് ഇവിടെ നിന്ന് പാക്കച്ചും നീ അങ്ങോട്ട് പാക്ക്. தமிழ்நாடு வந்த என்ன தாய்நாடு மாமா அப்படி எல்லாம் விடக்கூடாது തമിഴ്നാട് എന്നാടി തായ്ലൻഡ് ആയത്? என்ன மாமா இது இப்படி எல்லாம் பேசலாமா ஒரு வாட்டியாவது அங்க போகணும் மாமா ഓക്കെ, ഒരു വട്ടം, ഒരേ ഒരു വട്ടം சரியா വിടും. ഒറ്റ വട്ടം കേട്ടോ. லவ்லி பேபி എന്റെ കൈ നോക്കിട്ട് പറഞ്ഞ എന്നാന്നറിയോ? என்ன மாமா നമ്മുടെ കല്യാണത്തിന് ശേഷം എനിക്ക് ഭാഗ്യം ഇങ്ങനെ കുമിഞ്ഞു കൂടുമെന്നാണ്. அப்படியா ആ അങ്ങനെയാ പറഞ്ഞത്. ഞാനിപ്പോ പ്യൂണാണല്ലോ ബാങ്കിലെ, ஆமா നിനക്കറിയാലോ അത്. എനിക്ക് എങ്ങനെയല്ലോ അങ്ങോട്ടൊരു പ്രൊമോഷൻ കിട്ടണം. ഒരു ക്യാഷ്യറെ അന്വേഷിച്ചോണ്ടിരിക്കുക. இல்ல மாமா போன வாரம் தான் நீங்க சொன்னது ஒரு புதிய கேஷியரை அப்பாயிண்ட் பண்ணியாச்சுன்னு. അവനെ തന്നെയാ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. ബാങ്കിൽ നിന്ന് 2 ലക്ഷം രൂപ ആയിട്ടാണ് ആ കള്ളം മുങ്ങിയത്. அடப்பாவி അവന്റെ ഗ്യാപ്പിലേക്ക് എങ്ങനെയല്ലേ എനിക്കൊന്ന് ഇടിച്ചു കയറണം. மாமா முதல்ல கல்யாணம் அதுக்கப்புறம் ப்ரொமோஷனும் எல்லாமே. അത് മതിയോ? நீங்க வாங்க நாம சீக்கிரமா கல்யாணம் பண்ணிக்கலாம். ഓക്കെ வாங்க மாமா. സൂപ്പർ ഫാസ്റ്റ് പോലെ പോകുന്നത്. ഇവിടെ ഒപ്പ എന്ന് നടന്നെത്താനാണോ? കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനേ കൃഷ്ണ 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 കൃഷ്ണ. കൃഷ്ണനെ പ്രാർത്ഥിച്ചപ്പോ ഭഗവതി പ്രത്യക്ഷപ്പെട്ടു. മധുരമീനാക്ഷി അമ്മേ കാത്തോണേ. എന്താச்சுனா എവിടെ നിക്കരി അവിടെ ഓടിക്കോട്ട് പോന്നോ? யாருது? അയ്യോ സാറെന്താ ഇവിടെ? ഞാന് ഇവിടെ ഒന്ന് തൊഴാൻ വേണ്ടി വന്നാ. എന്നെ മനസ്സിലായില്ലേ? എനിക്ക് ഓർമ്മ സാറിന്റെ ഓഫീസിലെ പ്യൂണ് കൃഷ്ണൻ. കൃഷ്ണൻ ഇപ്പൊ പിടിയിട്ട് അത് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ ഈ ഭഗവതി ഏതാണ്? ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ്. ഓ ഞാനോടത്ത് പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിരുന്നപ്പോ പ്രത്യക്ഷപ്പെട്ടപ്പോഴേ ഒരു ഭഗവതിയെ പോലെ ഉണ്ട്. ഞാൻ എങ്ങനെ വളച്ചൊടിച്ച് അല്ല ഇങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ടേ. ഞാൻ അന്ന് നിന്റെ അടുത്ത് ഒരു ഓഫീസറുടെ കാര്യം പറഞ്ഞില്ലേ നേരത്തെ? ഒരു ഓഫീസറുടെ കാര്യം അങ്ങടെ ഓഫീസിലെ ആ സാറേ ഈ സാറ് அந்த பரமநாரி செட்டா പരമനാറി സ്റ്റേറ്റ്. അത് നമുക്ക് ചായ കൊണ്ട് തരുന്ന ബംഗാളി. ഇത് ഞങ്ങളുടെ ഓഫീസിലെ സാറ്. സാറിന്റെ പേര് വർമ്മ. പക്ഷെ ഞങ്ങൾ സ്നേഹം കൊണ്ട് വർമ്മ ജി എന്ന് വിളിക്കും. வணக்கம் மரமுஞ்சி. എന്തോ പറഞ്ഞല്ലോ ഇപ്പൊ? മരമൂഞ്ചി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വർമാജിക്ക് മരമൂഞ്ചി എന്നാ പറയുന്നത്. ഓ അത് ശരി. അപ്പൊ മരമുഞ്ചിക്ക് വർമാജി എന്ന് പറയും. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ് തമിഴ്നാട്ടില്. അല്ല സാറിന്റെ ഈ ഡ്രസ് ഭയങ്കര ക്യൂട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടല്ലേ? ഭയങ്കര ചേർച്ചയാണ്. ചെറുതായിട്ടൊന്ന് വേർത്തിട്ടുണ്ടോ ഞാൻ? ഇല്ല വേർത്തിട്ടൊന്നും കുഴപ്പമില്ലല്ലോ അല്ലേ? നല്ല ഫിറ്റ്, നല്ല തയ്യല് എല്ലാം ഭയങ്കരമാണ്. അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് എവിടെയെങ്കിലും ചെറുതായിട്ടും സ്വെറ്റ് ആക്കി കഴിഞ്ഞാൽ ഭയങ്കര സാറിന്റെ പ്രത്യേകതയുണ്ട്. ഭയങ്കര വൃത്തിയാണ് ആള്, ഭയങ്കര സൈലന്റ് ആണ്, ഫുൾ വെയിറ്റിയറിനാണ്, ഒരുപാട് സംസാരമില്ല, എല്ലാം ഒരു പക്വതയുള്ള ഒരാളെ രീതിയാണ് പുള്ളിക്ക്. ഇവിടെ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല സാർ, അവിടെ എങ്ങും സാറേ. ഇവിടെ ഒരു വെള്ള സാധനം എന്തോ അത് തന്നെ സാറേ, അതിന്റെ മേളില് പോയി പോയി പോയി. അല്ല അത് എങ്ങോട്ടാ കേറി പോകുന്നത്? അല്ല മൂഞ്ചിയില ഇരിക്കുന്നത് പാര്. ഇങ്ങ ഇങ്ങ സാർ ഒന്നും പറയല്ലേ, പുള്ളി അല്ല ഈ ഡ്രസ്സിന്റെ കാര്യം ഒന്ന് ഞാൻ പറഞ്ഞത് എന്റെ ഒരു ലക്കി ഡ്രസ്സാണ് ഈ ഷർട്ട് എന്ന് പറയുന്നത്. അതായത് ഞാൻ 96-ലാണെന്ന് തോന്നുന്നു ഞാൻ ഈ ഷർട്ട് എടുത്തത്. അന്ന് മുതൽ ഏത് മീറ്റിങ്ങിന് പോയാലും ഞാൻ ഈ ഷർട്ട് ഇട്ടിട്ടുണ്ടേ പോകുള്ളൂ. എനിക്ക് ഭയങ്കര ലെക്കാണ്. പിന്നെ അത് ഞാൻ വൃത്തിയായിട്ട് ഭാര്യയെ കൊണ്ട് റെഡിയാക്കി എല്ലാ മീറ്റിങ്ങിന് പോകുമ്പോഴും ഞാനത് ഇങ്ങനെ തന്നെ കൊണ്ടുപോകും, വടി പോലെ ഇരിക്കണം ഇങ്ങനെ. അല്ല ഇന്നും എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ ഉണ്ടോ? ഇന്നും വലിയൊരു അത്യാവശ്യം മീറ്റിങ്ങിന് പോവാണ്. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേണം കുറച്ച് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിട്ട്. അതാണ് ഞാൻ വന്ന് പ്രാർത്ഥിച്ചത്. അതിനാണ് ഇന്ന് ഈ ലക്കി ഷർട്ട് തന്നെ ഇട്ടതല്ലേ? അതെ അതെ അതെ. എന്തായാലും സാറിന്റെ ഇന്ന് മീറ്റിംഗ് സക്സസ് ആകാൻ വേണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുമല്ലോ. അപ്പൊ എന്റെ മീറ്റിംഗ് സക്സസ് ആയി കഴിഞ്ഞാൽ കൃഷ്ണന് ഞാൻ പ്രൊമോഷൻ തരും.
ഞങ്ങൾക്കോ? അല്ലല്ല, ഒരാൾക്ക്. അല്ല എന്ന് പറഞ്ഞാൽ എനിക്കോ? അതെ. ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കോളാന്നുള്ളത്. കണ്ടോ, ഭാഗ്യം വന്ന് നിൽക്കുന്ന കണ്ടോ. സാറേ ഞങ്ങൾ പ്രാർത്ഥിക്കും സാറേ. സാറേ ഇന്ന് ഞങ്ങളുടെ കല്യാണമാണ്. സാറ് വേണം ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഈ കല്യാണം നടത്തി തരാൻ. നിങ്ങൾക്ക് തന്തയില്ല രണ്ടെണ്ണത്തിന്? അല്ല തന്തയുണ്ട്, പക്ഷെ ബഹുമാനം ഉണ്ട് സാറേ. സാറിനുള്ള ബഹുമാനം ഉണ്ട്. അതിന്റെ പ്രായം ഉണ്ടോ? അല്ല പ്രായം കൊച്ചച്ഛനായിക്കോ? കൊച്ചച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്തു തരാം. അപ്പൊ സാർ ഒരു കാര്യം ചെയ്യും, ഈ താലി എടുത്ത് എന്റെ കരുത്തിലേക്ക് ഇട്ട്, അല്ല എന്റെ കരുത്തിലേക്ക് ഇട്ട്. എന്റെ കല്യാണത്തിന്റെ ഇതായതുകൊണ്ട് ടെൻഷനാ മൊത്തത്തില്. ഒന്ന് കെട്ടിത്താ, അല്ലെങ്കിൽ ഞാൻ കെട്ടാം. ടെൻഷൻ അടിക്കണ്ട. എന്തിനാ ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കണേ? അയ്യോ ഇപ്പഴേ കെട്ടി വീണ് സാറേ. അയ്യോ അടിച്ചു. പേടിയുണ്ടോ? സാറുണ്ടല്ലോ, എന്ത് കൈ കൊണ്ട് എടുത്ത് തന്നാലും ഐശ്വര്യമാണ്. ഒരു ചായ തന്നാലോ നമ്മൾ ഹോർലിക്സ് ഇട്ട ചായ ആയിട്ട് കുടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത്രയ്ക്ക് കൈപ്പുണ്യമുള്ളൊരു. ഏത് കടയിൽ നിന്ന് മേടിച്ച? പൊടിയുണ്ടല്ലോ നിറച്ച്. ഇല്ല സാറേ, അത് ചെറുതായിട്ട് പൊടി ഉണ്ടായിരുന്നു. അല്ല ഇപ്പൊ അമ്പലത്തിൽ കൊടുത്ത് പൂജിച്ചാണത്. അതാണ് ഞാൻ തൂത്തത്. ഭസ്മായിരുന്നു. ഭസ്മായിരിക്കും അത്. അപ്പൊ എന്നാ നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. வரட்டும். ആര് വരട്ടാൻ? സാറിന് ഒരു മനുഷ്യൻ വരട്ടിയല്ല. സാറ് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്ന് ഞാൻ കെട്ടിക്കോളാം. அப்படி இல்ல, என் அண்ணன் வரணும், அது வரைக்கும் காத்திருக்கணும். ഓ ഇവിടെ അണ്ണൻ. ஆமா. അതിന് നമ്മൾ തമ്മിലുള്ള കല്യാണം നിന്റെ അണ്ണനോട് ഞാൻ പറഞ്ഞില്ലല്ലോ. நான் சொல்லியாச்சே அண்ணன் கிட்ட. സുല്യാച്ചാ. ஆமா.